അപ്പോൾ ഹലോ ഗായ്സ്, ദിസ് പി ജി ഗെയിമിംഗ് സോൺ. നമ്മളാണെന്നിട്ട് ഒന്ന് സോളോ കളിക്കാനാണ് വന്നിട്ടുള്ളത്. ഇതാണെന്നിട്ട് നമ്മൾ മറ്റേതാട്ടോ, നമുക്ക് സ്കേറ്റിങ്ങിൻ്റെ ആണ്. ഇത് ഞാൻ ആക്ച്വലി കുറേ കളിച്ചിരുന്നു, വെറുതെ ടൈം പാസിന് കളിച്ചിരുന്നു. പിന്നെ എനിക്ക് കണ്ടന്റ് ശരിക്കും ക്ഷാമായിരുന്നു. അതിനോണ്ട് ഞാൻ എന്താക്കി പൈപ്പിന് ഈ ഗെയിം അങ്ങോട്ട് കളിച്ചു. പിന്നെ നമ്മൾ ഇന്ന് മറ്റേ സെക്കൻഡ് കിട്ടും നമുക്ക്. ഇന്ന് സെക്കൻഡ് ഇല്ല, അതിനോണ്ടാണ് ലേശം തിരക്കാണ്. ഒന്നാമത്തെ ഞാൻ വേറെ പുതിയൊരു ഗെയിം എടുക്കണമെന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു. പക്ഷേ ഞാൻ കുറേ ഗെയിം കയറ്റാൻ നോക്കി, പറ്റിയില്ല കേട്ടോ. കുറേ ഗെയിം കയറ്റാൻ നോക്കിയിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. അത് തന്നെയാണ് സംഭവം. പിന്നെ എനിക്ക് ടൈമും ഇല്ലായിരുന്നു. ഒന്നാമത്തെ ടൈം കുറവായതുകൊണ്ട് കയറ്റാനും പറ്റിയില്ല, അത്രേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന സാധനം തന്നെ എന്തോ ഒരു ഇതിന് ചെയ്യാം കേട്ടോ. ഭാഗ്യം ഞാൻ പെട്ടെന്നൊരു ധൃതിയിലെടുത്താണ്. അതിനോണ്ട് ഇതിനോട് ലെങ്ത്തിൽ ഏരിയപ്പോൾ ഒന്ന് കുറവായിരിക്കും അറിയാം. പിന്നെ ഇതന്നെ ഗെയിം ഇത്ര തന്നെ ഉള്ളൂ. ഗെയിമൊക്കെ സ്കേറ്റിംഗ് ബോർഡിൻ്റെ ഗെയിം ഞങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ലേശം പ്രശ്നം കിട്ടും. പിന്നെ വീഡിയോ ലേശം നേരത്തെ എടുക്കുന്നുണ്ട്, കാരണം ഈ വീഡിയോന് വ്യൂസ് കിട്ടാൻ ചാൻസ് കുറവായിരിക്കാം ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം നല്ലൊരു ക്വാളിറ്റിയുള്ള വീഡിയോ എടുത്തിട്ട് നിങ്ങൾ സാധാരണ വ്യൂസ് തരത്തില്ല. എന്നിട്ടാണ് ഇപ്പോൾ തരുന്നത്. മനസ്സിലാക്കാമല്ലോ, 4 GB ഉള്ളവരെങ്ങാനാണ് 4 GB കാണിച്ചാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അത് നിങ്ങൾ വ്യൂസ് വന്നിട്ടില്ലേ പിന്നെ ഈ ഒരു MB ഗെയിമിനൊക്കെ നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നത്? അത് തന്നെയാണ്. പിന്നെ സൗണ്ടിനും ക്വാളിറ്റി കുറവായി. ഞാൻ പതിക്കനാണ് പറയുന്നത്. ഇവിടെ ലേശം തിരക്കുണ്ട്, അതിനോണ്ടാണ് ഇങ്ങനെ പറയുന്നത്. കണ്ടില്ലേ, പാടമാണ്. എനിക്ക് സത്യം പറഞ്ഞൊരു വീഡിയോ എടുക്കാനുള്ളൊരു മൂഡേ ഇല്ല കേട്ടോ. സംഭവം അത്ര ഒരു ഒന്നാമത്തെ അങ്ങോട്ട് വ്യൂസ് വരുന്നില്ല. 4 വ്യൂസ് കണ്ടിരുന്നു. 4-5 വ്യൂസിന് വേണ്ടിയിട്ട് ഞാൻ എന്തിനാണ് വെറുതെ വീഡിയോ എടുത്തേക്കുന്നത്. പിന്നെ ഷോർട്സാണ് പിന്നെ കുഴപ്പമില്ല, ഒരു സെക്കൻഡ് കൊണ്ട് തന്നോളും, കുഴപ്പമില്ല എന്നായിരിക്കും. എന്താണത് ഇത് തെറ്റെന്ന് ഇതാക്കാനാണ് ഇത്ര പണി. ഇപ്പോൾ പോയി വിചാരിച്ചു ഞാൻ. ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ലെവൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണം എന്ത് പണിയാണല്ലോ. ഇതിനൊക്കെ യൂസ് തന്നു കിട്ടി പോയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള ഇതൊക്കെ അവസ്ഥ. അത്രേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഒക്കെ ഇത്. ജസ്റ്റിസ് അങ്ങനത്തെ സാധനമൊക്കെ സിമ്പിളാക്കും. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാനൊക്കെ ഇതൊക്കെ ഇങ്ങനെ പോവും. 5000 ഗ്യാപ്പ് കൂടെ പോയാൽ മതി. അത്രേ ഉള്ളൂ കേട്ടോ. എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി ജസ്റ്റ് മിസ്ഡ് ഇതാക്കലാട്ടോ. ഇപ്പോൾ പോയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതന്നെയാണ് നെറ്റിൻ്റെ പ്രോബ്ലം കുറച്ചുണ്ട്. പിന്നെ ഒന്നാമത്തെ ഞാൻ കുറേ നേരമായി ഞാനൊരു ഗെയിമിന് വേണ്ടി കഷ്ടപ്പെടുന്നു. ആ ഗെയിം എനിക്ക് ഇതുവരെ എന്നിട്ട് കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു ദേഷ്യമുണ്ട്, അതാണ് സംഭവം. നിങ്ങൾ വ്യൂസും തരുന്നില്ല, അതിൻ്റെയും ദേഷ്യം നന്നായിട്ടുണ്ട്. പിന്നുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഒന്നാമത്തെ ഞങ്ങൾ വീഡിയോന് യൂസ് ചെയ്യുന്നില്ല. ഞങ്ങളൊട്ടും യൂസ് ചെയ്യുന്നില്ല. നേരത്തെ ഞാൻ തന്നെയാണ് 4 ആൾക്കാരെ വെച്ച് കാണുന്നത്. നിങ്ങൾ പുറത്തുള്ള ആരും വീഡിയോ കൂടി കാണുന്നില്ല എന്നാണ് എനിക്കറിയുന്ന ആൾക്കാരെ കൊണ്ട് ഞാൻ വീഡിയോ ഇതാക്കുന്നതല്ലാണ്. ഞാൻ എന്തിനും വെറുതെ ഇത്ര 4 GB ഒക്കെ പോയിട്ട് വെറുതെ ഗെയിം അങ്ങ് എടുത്തിടല്ലേ. അത് ഞാൻ പറയരുത്. നിങ്ങൾ കാണുമെന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ആ വിശ്വാസം കളഞ്ഞു. ആക്ച്വലി ഇപ്പോൾ കളയാനായിട്ടൊന്നുമില്ല. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി നിങ്ങൾക്കേ പറ്റൂ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അങ്ങനെയാണത്. ഇപ്പോൾ നിങ്ങൾ വ്യൂസോ തരുന്നില്ല. പിന്നെ 4 GB എങ്ങാൻ പോകും. ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ക്യാപ് കട്ടിൽ നിന്നാണ് എഡിറ്റ് ചെയ്യുക. ലേശം എഡിറ്റ് ചെയ്യാൻ തന്നെ ലേശം പണിയാണ്. അതേമാതിരി 4 GB ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക. എൻ്റെ ഒരു 4 വ്യൂസിന് വേണ്ടിയിട്ട് 4 GB. ചില വീഡിയോസ് എല്ലാം 16 വ്യൂസ് എങ്കിലും ഉണ്ട്. പക്ഷേ ഒന്നര വീഡിയോന് വെറും 4 വ്യൂസ്. ആ വീഡിയോസിന് വേണ്ടി 4 GB ആണ് പോകുന്നത്. എന്തിന് വെറുതെ 4 GB ഒരു ദിവസം ഒരു വീഡിയോന് വേണ്ടിയിട്ട് 4 വ്യൂസ് കിട്ടും. നിങ്ങളൊന്ന് ആലോചിച്ച് കിട്ടും. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും ഒരു കണ്ടൻറ്റ് കിട്ടിയ ഈ ഒരു ഇതിൽ തന്നെ നല്ല കിട്ടുന്നത്. വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് കിട്ടും.
പിന്നെ ലെങ്ത്തും നല്ല കുറവായിരിക്കും. അങ്ങനെയുണ്ടോ. പിന്നെ ഈ ഗെയിമിനെ പറ്റി ഞാൻ സംസാരിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ പോവാണ് ഞാൻ വീഡിയോ കണ്ടിട്ട്. എടാ അതിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പോയി ലേശം ഒരു പണി തന്നെയാണിത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാടെ എത്തൂല നമുക്കറിയാലോ. പിന്നെ ഇങ്ങനത്തെ ഗ്ലിച്ച് കിടക്കും. അത് ചന്ദ്രൻ്റെ അടുത്തേക്ക് പോയിക്കോ വേഗം പോയിക്കേ. തന്നെയാണ് എനിക്ക് ഈ ദേഷ്യം വരാനുള്ള കാരണം. ഒന്നാമത്തെ ഞാൻ ഇന്ന് തന്നെ കുറേ GB പോക്കി. ഇനിയിപ്പോൾ 4 GB പോക്കാൻ എനിക്ക് വയ്യ. സത്യം പറഞ്ഞത് വയ്യ എനിക്ക്. ഞാൻ ഓൾറെഡി കുറേ ഗെയിം നോക്കിയിട്ട് അതിനെന്നെ ഒരു 3-4 GB അങ്ങ് പോയി. ഈ വീഡിയോനും കൂടി ഒരു 3-4 GB പോകാൻ പറഞ്ഞിട്ട് നെറ്റ് അങ്ങ് തീരും കഴിച്ചു. ഉള്ള വൈഫൈ ആണുള്ളത്. വൈഫൈ അങ്ങ് തീർന്നു. പിന്നെ വീഡിയോ ഇടലുണ്ടായി. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞില്ലേ ഒരു കണ്ടൻറ്റ് കിട്ടാത്തൊരു ദിവസമാണെന്ന്. കണ്ടൻറ്റ് കിട്ടായിട്ടില്ല, കണ്ടൻറ്റ് ഉണ്ടായും ഫോണായും പറ്റുന്നില്ല. പിന്നെ ഒന്നാമത്തെ ഈ ഫോണും പോയി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്യാപ്കട്ട് എഴുതും എല്ലാം അതും കൂടി ആയിട്ട് എനിക്ക് തന്നെ ഒരു മടുപ്പ് വന്നു തുടങ്ങി. പിന്നെ നിങ്ങളൊന്നാമത് കാണുന്നില്ല, നിങ്ങൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പറ വേടയാൻ വീഡിയോ ഇടും. എനിക്ക് ഒരു ഇതുണ്ട്, 500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ ചില യൂട്യൂബേഴ്സിന് അറിയാനുണ്ടാവും സബ്സ്ക്രൈബേഴ്സ് കൂട്ടണമെന്നുണ്ട് എത്ര കഷ്ടപ്പെടാണ്. പിന്നെ വാച്ച് ടൈം അവേഴ്സ് എന്നും പറഞ്ഞൊരു സാധനമുണ്ട്. വീഡിയോന് 3000 വാച്ച് ടൈം അവേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ കിട്ടും. ഷോർട്സ് പിന്നെയും കിട്ടിയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. എനിക്ക് വീഡിയോ കംപ്ലീറ്റ് ആക്കാനാണ് എളുപ്പമെന്ന് എല്ലാവരും പറയുന്നത്. പക്ഷെ അന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡെയിലി വീഡിയോ ഇടാറില്ല. അതും കഷ്ടപ്പെട്ടിട്ട്. എന്നിട്ട് 4-5 വ്യൂസാണ് തരുന്നത്. ആ വ്യൂസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നത് ആണോ? ഇല്ല. നിങ്ങൾക്ക് ശ്രമിച്ചാൽ എന്തായാലും നമുക്ക് പറ്റുമോ? വീഡിയോ ഞാൻ പറ്റുമ്പോൾ മാക്സിമം എഡിറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. ഇതിന് ഒറ്റപ്പോക്കുന്ന പോലെ വീഡിയോ പറ്റുമ്പോൾ ഞാൻ എഡിറ്റ് ആക്കാറൊക്കെ നോക്കാറുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ ആരെ തെറ്റാന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഈ വീഡിയോ പറഞ്ഞല്ലോ ഒരു കണ്ടൻറ്റ് കിട്ടാതിനെ കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള വീഡിയോ ആണ്. അല്ലാണ്ട് ഇത് കണ്ടൻറ്റ് എന്ന് അറിയാതൊന്നുമില്ല. ഞാൻ ഈ ഗെയിമിനെ പറ്റി സംസാരിക്കുന്നത് പോലുമില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ വേറൊരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ട്. ഗൈസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്കൊന്നും വരാനുമില്ല. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി. വേറെ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ വ്യൂസ് കിട്ടിയിട്ടാണ് കാര്യമില്ല. സബ്സ്ക്രൈബേഴ്സ് ഇനിയിപ്പോൾ 500 ആയില്ലേ. വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, വേണം. പക്ഷേ നിങ്ങൾ കണ്ടാൽ മാത്രം പോരാ, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ നമുക്ക്? സത്യം പറഞ്ഞാൽ എൻ്റെ പ്രതീക്ഷ മൊത്തം പോയിട്ടുള്ളൊരു ടൈമാട്ടോ ഇത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല, അത്ര തന്നെ പറയാനുണ്ട്. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ വീഡിയോന് വ്യൂസ് തരുമെന്ന്. ഇപ്പോൾ ഷോർട്സിന് നിങ്ങൾ കുറച്ചായിട്ട് വ്യൂസ് തരുന്നില്ല. ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിക്കുള്ളൂ ഷോർട്സ്. അതിന് നിങ്ങൾ എത്രയോ 100 വ്യൂസ് വന്നിട്ടുണ്ട്. കുറച്ച് നേരമായിട്ട് അതിപ്പോൾ ഒഴികെയാകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ അതേമാതിരി ഈ വീഡിയോ ഒന്നും ആയിട്ടുണ്ടെങ്കിൽ എന്തൊരു ഇതായിരിക്കും എന്നറിയോ? നിങ്ങൾക്ക് ഇതൊന്ന് വെറുതെ ഒരു ടൈം പാസിന് കണ്ടു എനിക്ക്. പക്ഷെ ഞങ്ങൾക്കിത് ഇത് തന്നെയാണ്. മോണിറ്റൈസേഷൻ എന്നെല്ലാം പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അതേമാതിരി തന്നെയാണ് വാച്ച് ടൈം അവേഴ്സ് 3000 വാച്ച് ടൈം അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു പണി തന്നെയാണ്. ഏറ്റവും വലിയ പണി സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുന്നതല്ല കേട്ടോ. ഈ മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് ഈ 3000 വാച്ച് ടൈം അവേഴ്സ് ആക്കുന്നതാണ് ഏറ്റവും വലിയ പണി. അതിനാണ് ഞാൻ ഇത്രയും നല്ലോണം ഒരു വീഡിയോ അങ്ങ് ഇടാൻ നോക്കുന്നത്. പക്ഷെ നിങ്ങൾ എന്നിട്ടും ഒരു ഇതില്ല എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്കാണ് മാനക്കേട്. ഞാൻ പറ്റുമ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് നിങ്ങൾക്ക് പറ്റുമ്പോലെന്ന് പറഞ്ഞാൽ പറ്റുമ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ എന്നെ കുറ്റം പറയാനാവുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണം പറഞ്ഞു കമൻറ്റ് ചെയ്താൽ എൻ്റെ ഭാഗത്ത് എന്തൊക്കെയാണ് തെറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തു എന്നാലും എനിക്ക് അത് ശരിയാക്കാനാവും. അല്ലാണ്ട് നിങ്ങൾ ഒന്നും കൊണ്ടാണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനാവത്തില്ലല്ലോ. നമുക്ക് അതൊന്നും മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കട്ടോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നിടത്തോളം ഞങ്ങൾക്കൊരു ഇത് തരികയാണ് ചെയ്യുക. എല്ലാ യൂട്യൂബേഴ്സും നിങ്ങൾക്ക് തന്നെയായിരിക്കും പറയാറുണ്ടാവുക. കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ സപ്പോർട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ തന്നെ ഇപ്പോൾ ഒരു 2 ദിവസം എങ്ങനെയുണ്ടോ 2 കിട്ടുമ്പോൾ ഡൗട്ടാണ് എനിക്ക് ശരിക്കും. ഞാൻ തന്നെ ആൾക്കാരോട് പറഞ്ഞ് വീഡിയോ കാണിപ്പിക്കേണ്ട അവസ്ഥയിലാണ് ഉള്ളത്. സബ്സ്ക്രൈബേഴ്സ് കാണുന്നില്ല എന്നാണ് ഞാൻ 100% പറയുന്നത്. കാരണം 752 സബ്സ്ക്രൈബേഴ്സുള്ള ഇപ്പോൾ 50ആയി. അതൊന്നല്ല പറയണ്ടേ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അറിയോ, ഈ 700 സബ്സ്ക്രൈബേഴ്സുള്ള ആൾക്കാരിൽ
ഏത് ഒരുത്തൻ്റെ വീഡിയോ കാണാറുണ്ടോ? ഏത് ഒരുത്തൻ വീഡിയോ കാണാറുണ്ടോ? ഇല്ല, കാണാൻ പറ്റില്ല. ഇങ്ങനെ കാണാനാണ് കേസ്. എൻ്റെ വിശ്വാസം മൊത്തം പോയി കൊടുക്കുകയാണ്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. അത് പറ്റും പോലെ സപ്പോർട്ട് ചെയ്ത് തന്നു. അത്രയും എനിക്ക് പറയാൻ പറ്റും പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എത്രയൊക്കെ പറയാനാവും. പിന്നെ ഞാൻ ഇത്രയും കളിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ വീഡിയോയിൽ സപ്പോർട്ട് തന്നാലേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ മനസ്സിലായില്ലേ? പറയാൻ വന്ന എന്താണെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ അല്ലേ ഡെയിലി ഈ വീഡിയോ ഇടുന്നതല്ലേ, പിന്നെ കാണത്തുണ്ടാവില്ല. ഡെയിലി വീഡിയോ ഇടാനുള്ള ഈ ഒരു ഇതങ്ങ് പോകും. ഇപ്പോൾ ഡെയിലി വീഡിയോ ഇടാനുള്ള ഈ ഒരു ഇത് വരുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ട് 3000 വാച്ച് ടൈം ആവുക കംപ്ലീറ്റ്. നിങ്ങൾ വ്യൂസും തരുന്നില്ല, ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിലാവുമല്ലോ. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ബൈ.